ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് ക്ലാസ് 8 ഒളിമ്പിയാഡ് മിഷൻ ഒളിമ്പിയാഡ് എന്ന് പറയുന്ന സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 8th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഒളിമ്പിയാഡ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസാണിത്. എല്ലാ സബ്ജക്റ്റിലെയും ക്ലാസ്സുകൾ ഈ ഒരു നെയിമിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ചാനലിൽ കാണാം. സോ ഫിസിക്സിലെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എ ബോഡി ഓഫ് മാസ് 20 കിലോഗ്രാം ഈസ് റെസ്റ്റിംഗ് ഓൺ എ റഫ് സർഫസ്. നിങ്ങൾ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫ്രിക്ഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിക്ഷൻ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. വെൻ എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ ഇസ് അപ്ലൈഡ് ഇറ്റ് ഡസൻ മൂവ്. ഓക്കെ, then a force of 65 Newton is applied, it just starts to slide. Once it started moving, a force of 60 Newton is sufficient to move it at constant rate of 1 meter per second. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ഫ്രിക്ഷൻ ഇസ് 60 Newton, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് 50 Newton, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇസ് 60 Newton, ദ ഗിവൺ ഡേറ്റ ഇസ് നോട്ട് സഫിഷ്യൻറ്റ്. 4 ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ ഫോഴ്സും ഫ്രിക്ഷനൊക്കെ 8th സ്റ്റാൻഡേർഡിൽ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ലെവലിൽ മാത്രം, സ്കൂൾ ലെവലിൽ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒളിമ്പിയാഡ് ലെവൽ ക്വസ്റ്റ്യൻസിലേക്കൊന്നും പോകാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ, എക്സ് ആൻഡ് വൈ ലേണിംഗിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ തന്നെ 8th തന്നെ നമ്മൾ ഫ്രിക്ഷൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്കുകൾ പഠിപ്പിക്കാറുണ്ട്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്, അതുപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്താണ്, അവരുടെ ഒരു ഗ്രാഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ബോക്സ് റഫ് സർഫസിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്ന സംഭവം. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സൈഡിൽ നിന്ന് പുഷ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ പ്രാക്ടിക്കലി നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് ആലോചിച്ചാൽ അറിയാം, വലിയൊരു ബോക്സ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ അത് മൂവ് ചെയ്യില്ല. കാരണം എന്താ, നമ്മൾ കൊടുക്കുന്ന അത്രയും എമൗണ്ട് ഓഫ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് നമ്മൾ പതുക്കെ നമ്മുടെ എമൗണ്ട് ഓഫ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ബോക്സ് മൂവ് ചെയ്യുന്നില്ല. കാരണം ഫ്രിക്ഷനും അതിനനുസരിച്ച് ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലേ. ഫ്രിക്ഷൻ എന്താണ്, ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അങ്ങനെ ആ ഗ്രൗണ്ടിലെ അല്ലെങ്കിൽ ആ ഒരു സർഫസിലെ മാക്സിമം വാല്യൂ ഓഫ് ഫ്രിക്ഷൻ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ്ലി ഇത് ബോക്സ് മൂവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് പേരിട്ട് വിളിക്കുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മൂവ് ചെയ്യുന്നതിന് മുൻപ് ഫീൽ ചെയ്യുന്ന ഫ്രിക്ഷൻ്റെ പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഒരു മാക്സിമം വാല്യൂ എത്തുന്നത് വരെ നിങ്ങൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ, അതിനേക്കാൾ വലിയ ഫോഴ്സ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോക്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ബോക്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. പിന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, നേരത്തെ നിങ്ങൾ കൊടുക്കുന്ന ഒരു എഫേർട്ട് ഇതൊരിക്കൽ വൺസ് ഇത് മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത്രയും എഫേർട്ട് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഇതാണ് നമുക്ക് എല്ലാവർക്കും പ്രാക്ടിക്കലി നമ്മളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള ഫിസിക്സ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പുഷ് ചെയ്ത് നമ്മൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ വരെ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ആ മാക്സിമം വാല്യൂ എത്തുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്ത് തുടങ്ങും. അതായത് നമ്മുടെ ബോക്സ് ചെറിയതായിട്ട്, വളരെ ചെറുതായിട്ട് സ്ലൈഡ് ചെയ്ത് തുടങ്ങുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സും ഫ്രിക്ഷൻ ഓഫർ ചെയ്യാവുന്ന മാക്സിമം ഫോഴ്സും രണ്ടും ഈക്വലായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, ഫ്രിക്ഷനെ ഓവർകം ചെയ്ത് തുടങ്ങി. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ, അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നേരത്തെ നിങ്ങൾ കൊടുത്ത ആ ഒരു മാക്സിമം ഫോഴ്സ് അത്രയും വേണ്ടി വരില്ല. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഗ്രാഫ് വരച്ചുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് വൈ ആക്സിസിലും അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എക്സ് ആക്സിസിലും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാണ്, ഫ്രിക്ഷണൽ ഫോഴ്സും കൂടി പോവാണ്. അങ്ങനെ ആ ഒരു ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു മാക്സിമം വാല്യൂ എത്തുന്നു. അതിനുശേഷം ഫ്രിക്ഷൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ട് പിന്നെ ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ്റെ പേരാണെന്ത്, കൈനറ്റിക് ഫ്രിക്ഷൻ. ഓക്കെ, മൂവ് ചെയ്യുമ്പോഴുള്ള ഫ്രിക്ഷൻ്റെ പേരാണ് കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സോ കൈനറ്റിക് ഫ്രിക്ഷൻ ഈ പറയുന്ന മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ എപ്പോഴും കുറച്ച് കുറവായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന മറ്റൊരു കാര്യമാണ്, കൈനറ്റിക് ഫ്രിക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, റോളിംഗ് ഫ്രിക്ഷനും അതുപോലെ തന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷനും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് കൂടുതൽ, സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ് റോളിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതൽ. കാരണം എന്താ, റോളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈസിയാണ്. 4 ടയർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഏത് വണ്ടിയാണെങ്കിലും ഏത് ബോക്സ് ആണെങ്കിലും നമുക്ക് അത് നീക്കി കൊണ്ടുപോകാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സ്ലൈഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്താണ്, ഡിഫിക്കൽട്ടാണ്. കാരണം സ്ലൈഡിംഗ് ഫ്രിക്ഷൻ റോളിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന് പിന്നിലുള്ള കോൺസെപ്റ്റ്. ഈ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു പോകാം. So a body of mass 20 kilogram is resting on a rough surface when a force of 50 Newton is applied, it doesn't move. 50 ന്യൂട്ടൺ അപ്ലൈ ചെയ്തപ്പോൾ ആ ബോക്സ് മൂവ് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താ, 50 ന്യൂട്ടണേക്കാൾ മേലെയാണ് ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ദെൻ എ ഫോഴ്സ് ഓഫ് 65 Newton is applied. അതിനുശേഷം എന്ത് ചെയ്തു, 65 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ
ഇറ്റ് ജസ്റ്റ് സ്റ്റാർട്ട്സ് ടു സ്ലൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താ? 65 ന്യൂട്ടൺ ആണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓഫർ ചെയ്യാവുന്ന മാക്സിമം വാല്യൂ ആണ് 65 ന്യൂട്ടൺ എന്നുള്ളത്. അതെത്തിയപ്പോൾ ബോക്സ് ചെറുതായിട്ട് മൂവ്മെൻ്റ് ഒക്കെ കാട്ടി തുടങ്ങി, ഓൾമോസ്റ്റ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ് മൂവിങ്, എ ഫോഴ്സ് ഓഫ് ഓൺലി 60 ന്യൂട്ടൺ ഇസ് സഫിഷ്യൻറ്റ് ടു മൂവ് ഇറ്റ് അറ്റ് എ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. മൂവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ 60 ന്യൂട്ടൻ്റെ ആവശ്യമേ ഉള്ളൂ. ആ 60 ന്യൂട്ടണിൽ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ പോകുന്ന, കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകത, അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അപ്പോൾ ഈ 60 ന്യൂട്ടൺ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, എന്നിട്ട് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലാണ് ഇത് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ന്യൂട്ടൺ തന്നെ ഈക്വൽ ആയിട്ട്, ഓപ്പോസിറ്റിലായിട്ട് നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷൻ അവിടെ ആക്ട് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 60 എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്, അത് തെറ്റാണ്. ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ 50 എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്, അതും തെറ്റാണ്. കാരണം നമുക്കറിയാം ആ വാല്യൂ എത്രയാണ്? 65 ന്യൂട്ടൺ ആണ്. ഓക്കെ, സോ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് 65 ന്യൂട്ടൺ. 50യോ 60യോ അല്ല, 65 ന്യൂട്ടൺ ആണ് അതിൻ്റെ ആൻസർ. ഓപ്ഷൻ സി എന്താണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഇസ് 60 ന്യൂട്ടൺ. കറക്റ്റ് ആണ്. കാരണം ഇത് കൈനറ്റിക് ഫ്രിക്ഷൻ ആയിട്ട് മാറിയപ്പോൾ, കൈനറ്റിക് ഫ്രിക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. ഒബ്ജക്റ്റ് സ്ലൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. ഒബ്ജക്റ്റ് റോൾ ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എത്രയാണ്? കറക്റ്റ് ആണ്, 60 ന്യൂട്ടൺ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, കാരണം എന്താ? 60 കൊടുത്താൽ മതി. ഇത് മൂവ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം 60 കൊടുത്താൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ ഇത് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്നതും 60, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ്റെ വാല്യൂ ഓൾസോ 60 ആണ്. ഓൾറെഡി ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മോഷൻ അതേ സ്പീഡിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, കാരണം പ്രാക്ടിക്കലി നമുക്ക് വളരെ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഫ്രിക്ഷൻ്റെത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ 100% ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റിൽ അറിയിക്കുക. ഇതുപോലത്തെ ഒളിമ്പിയാഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ 4 സബ്ജക്ട്സിലെയും സയൻസ്, മാത്തിലെ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തിലെ വീഡിയോസ് ഈ ചാനൽ വന്നുകൊണ്ടേയിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക. ഒളിമ്പിയാഡൊക്കെ എഴുതാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? അയച്ചു കൊടുക്കുക. ഓക്കെ.